മഹാരാഷ്ട്രയിലെ മഹാനാടകം തുടരുകയാണ്. ഡബിൾ സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറിയ മഹായുതി സഖ്യം മഹാവികാസ് അഘാഡിയെ നിഷ്പ്രഭമാക്കിയാണ് മഹായുതി അത്യുജ്വല വിജയം നേടിയത്. ബി.ജെ.പിയും ശിവസേന ഷിൻഡെ പക്ഷവും എൻ.സി.പി അജിത് പവാർ പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി 288-ൽ 230 സീറ്റുമായാണ് ഭരണം നിലനിർത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും സർക്കാർ രൂപീകരിക്കാനാകാതെ വിയർക്കുകയാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള ചർച്ചയ്ക്കിടെ ശിവസേന നേതാവും കാവൽ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ അപ്രതീക്ഷിതമായി ജന്മനാട്ടിലേക്ക് പോകുന്നു. ഇന്നലെ മുംബൈയിൽ നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയാണ് സ്വദേശമായ സത്താറയിലേക്ക് ഷിൻഡെ വണ്ടി കയറിയത്. 80% സീറ്റ് നേടി വിജയിച്ച ഒരാഴ്ചയായിട്ടും മുന്നണിക്ക് സർക്കാർ രൂപീകരണത്തിൽ ധാരണയിലെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന ബി.ജെ.പിയുടെ തീരുമാനത്തിന് ഷിൻഡെ വഴങ്ങിയെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. അതിനനുസരിച്ച് തന്നെയായിരുന്നു ഷിൻഡെയുടെ പ്രതികരണങ്ങളും. എന്നാൽ പെട്ടെന്നായിരുന്നു എല്ലാം തകിടം പറഞ്ഞത്. വ്യാഴാഴ്ച ഡൽഹിയിൽ ഫഡ്നാവിസ്, ഷിൻഡെ, അജിത് പവാർ, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ ചർച്ച നടത്തിയിരുന്നു. ആ യോഗത്തിൽ തന്നെ ഷിൻഡെ അതൃപ്തി അറിയിച്ചിരുന്നു എന്നാണ് പുറത്തുവന്ന സൂചനകൾ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവിക്കൊപ്പം സ്പീക്കർ സ്ഥാനം, ആഭ്യന്തരം, നഗരവികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ സ്വന്തമാക്കാനാണ് ഷിൻഡെയുടെ ശ്രമം. ഫഡ്നാവിസിന് കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ലെന്ന നിലപാട് ആവർത്തിച്ച അദ്ദേഹം തനിക്ക് പകരം ലോക്സഭാംഗമായ മകൻ ശ്രീകാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് പുറമെ ഷിൻഡെയ്ക്കും പ്രധാന പദവി എന്ന നിർദ്ദേശം ബി.ജെ.പിക്ക് സ്വീകാര്യമല്ലതാനും. ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രി, ആഭ്യന്തരവും മുഖ്യമന്ത്രിക്ക്, ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടിക്ക് നഗരവികസനം, പൊതുമരാമത്ത് വകുപ്പുകളും, അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനം, കൃഷി വകുപ്പുകളുമാണ് ഓഫർ ചെയ്തത്. ഇതിലാണ് ഷിൻഡെയ്ക്ക് അതൃപ്തി. തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള സർക്കാർ രൂപീകരണം. എന്നാൽ അത്രയ്ക്ക് അങ്ങ് താത് കൊടുക്കേണ്ട എന്നാണ് ഷിൻഡെയുടെ ഇപ്പോഴുള്ള പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നത്. 80 സീറ്റുകളിൽ മത്സരിച്ച് 57 സീറ്റുകളിലും വിജയിച്ച ഷിൻഡെയെ പിണക്കിയാൽ സഖ്യം തകരുമെന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ മറുപക്ഷത്തെ ഉദ്ധവ് പക്ഷത്തിന് ജയിക്കാനായത് 20 സീറ്റുകളിൽ മാത്രമാണ്. അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ എന്ന അവസ്ഥയിലാണ് മഹാരാഷ്ട്രയിലെ ബി.ജെ.പി ഇപ്പോഴുള്ളത്. തിങ്കളാഴ്ച തിരിച്ചെത്തുമെന്ന് അറിയിച്ചിരിക്കുന്ന ഷിൻഡെ 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് ശിവസേന നേതാവ് സഞ്ജയ് ഷിർസാത്ത് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോയതെന്നുമാണ് ഉദയ് സാമന്ത് പറഞ്ഞത്. അപ്രതീക്ഷിത നാടകങ്ങൾ അരങ്ങേറുന്ന മഹാരാഷ്ട്രയിൽ ഡിസംബർ 2-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന സൂചനയും നേതാക്കൾ നൽകിയിട്ടുണ്ട്. തുടരെ ടെസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ഇനിയുള്ള ടെസ്റ്റുകൾ എന്താകുമെന്നും കാത്തിരുന്നറിയാം.